ഒരുപാട് സന്തോഷമുണ്ട്. ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ തവണയാണ് വാച്ച് ചെയ്യുന്നത്. കാരണം ഫാമിലിയുടെ കൂടെ ഇരുന്ന് വാച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 തവണ അങ്ങനെയല്ല കണ്ടത്. അപ്പോൾ ഇപ്പോൾ കൈരളി തിയേറ്ററിലാണ്. അപ്പോൾ അച്ഛൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കൈരളിയിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടി ഫാമിലി ആയിട്ട് ഇരുന്നൊന്ന് കാണാൻ തോന്നിയതുകൊണ്ട് വന്നതാണ്. അതെ, ഇതിന് തൊട്ട് മുന്നേ വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ടുള്ള വിളി വന്നത്. വ്യസന സമേതത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഒരാൾ വിപിൻ ദാസ് സാറായിരുന്നു. അപ്പോൾ സാറാണ് ഇതിലോട്ട് കാസ്റ്റ് ചെയ്തെടുക്കുന്നത്. ശരിക്കും കണ്ടിറങ്ങുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ, കണ്ണു നിറഞ്ഞു. അതെ ഇറങ്ങാൻ പറ്റും. ശരിക്കും എന്തായിരുന്നു ഒരു പ്രേക്ഷകയായിട്ട് ഈ പടം കാണുമ്പോൾ? അല്ല, ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് വാച്ച് ചെയ്തെങ്കിലും ഞാനും കരഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. കാരണം ഓരോ തവണ കാണുമ്പോഴും നമുക്ക് ചില സിനിമകളിൽ നമുക്കിപ്പം ഒരു തവണ കണ്ടു നിറഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മളത് സെക്കൻഡ് വാച്ചിലൊന്നും നമുക്ക് അങ്ങനെ ഫീലിങ്സ് കുറവായിരിക്കുമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഞാൻ 3 തവണ കണ്ടിട്ടും കരഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നമ്മളെ കാണിക്കുമ്പോൾ അതിനകത്തുള്ള അതിനകത്തുള്ള ഇമോഷൻസ് അത്രയും ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അമ്മയായിട്ട് അഭിനയിച്ച ശേഷം ഇതിന് മുമ്പ് ഒരുപാട് അഭിനയം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വേഷം ചെയ്ത ശേഷം എന്തായിരിക്കും അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ യൂത്തിൻ്റെ ഇടയിലൊക്കെ? അങ്ങനെ ഭയങ്കര അഭിപ്രായമാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ഇപ്പോൾ ഈ പടം ഇറങ്ങി ഇത്രയും ദിവസം ആയെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ കഥാപാത്രം ആളുകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അഭിനയത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഹാഷിറിനെ കുറിച്ച് ചോദിച്ചിട്ട് പോലും ഒരുപാട് മെസ്സേജസ് കോൾസും ഒക്കെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സെറ്റിൽ ഹാഷിറും ഗ്യാങ്ങെല്ലാം? അടിപൊളിയാണ്, വൈബ് തന്നെയാണ്. നമ്മൾ അതിൽ കാണുന്ന പോലെ തന്നെയാണ് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ്. നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ പോലെ തന്നെയായിരുന്നു സെറ്റിൽ.